ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ് പരാതി നൽകിയത്. പേരാമ്പ്ര ഡിവൈഎസ്പി സുനിൽ, വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ്, ഷാഫിയെ തല്ലിയ പോലീസുകാരൻ എന്നിവരുടെ പേരിൽ നടപടി വേണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് പ്രവീൺ കുമാർ അറിയിച്ചു. LDF കൺവീനറുടെ സന്തത സഹചാരിയായ 6ഓളം പോലീസുകാരുണ്ട്. ഇവരിൽ ഒരാളാണ് എംപിയെ ആക്രമിച്ചതെന്ന് DCC പ്രസിഡന്റ് പറഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ നടപടിയുണ്ടായില്ലെങ്കിൽ കോഴിക്കോട് റൂറൽ SP KE ബൈജുവിന്റെ വീടിന് മുന്നിൽ കോൺഗ്രസ് ഉപരോധമിരിക്കുമെന്നും DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ പറഞ്ഞു. പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷാഫി പറമ്പിൽ MP 2 ദിവസത്തിനകം ആശുപത്രി വിടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ സൂചിപ്പിച്ചു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലാണ് ഷാഫി ചികിത്സയിലുള്ളത്. മൂക്കിന് പരിക്കേറ്റ ഷാഫിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. അതേസമയം ഷാഫി പറമ്പിൽ MPക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ റൂറൽ SP KE ബൈജുവിന്റെ വെളിപ്പെടുത്തൽ സർക്കാരിനെയും CPMനെയും പ്രതിരോധത്തിലാക്കിയപ്പോൾ UDFന് ലഭിച്ചത് രാഷ്ട്രീയ മേൽക്കൈയാണ്. UDF നേതാക്കൾ നേരത്തെ തന്നെ ചില പോലീസുകാർക്കു നേരെ ആക്ഷേപമുന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് റൂറൽ SPയും ഇത് ശരിവെക്കുന്ന വിധത്തിൽ പ്രസ്താവന നടത്തിയത്. MPക്ക് ലാത്തിയടിയേറ്റിട്ടില്ലെന്നും ഷോവർക്കാണെന്നുമുള്ള CPM പ്രവർത്തകരുടെ പ്രചരണത്തെ എതിർക്കാൻ SPയുടെ വെളിപ്പെടുത്തൽ UDF നേതാക്കൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ലാത്തി കൊണ്ടടിച്ചത് ആരാണെന്നു കണ്ടെത്താൻ SPയുടെ നേതൃത്വത്തിൽ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച സംഘർഷം നടന്നതിനു പിന്നാലെ SP സ്ഥലം സന്ദർശിച്ചിരുന്നു. പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിന്റെ കയ്യിലുള്ളതും മാധ്യമങ്ങളിൽ വന്നതുമടക്കമുള്ള വീഡിയോകളെല്ലാം പരിശോധിക്കുകയും ചെയ്തു. രഹസ്യാന്വേഷണ വിഭാഗം അടക്കം സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങളും പരിശോധിച്ചു. രഹസ്യാന്വേഷണ വിഭാഗം DYSP തന്നെ സംഭവ ദിവസം മുഴുനീളം സ്ഥലത്തുണ്ടായതാണ്. ഇതിനുശേഷമാണ് ലാത്തിചാർജിലല്ല MPക്ക് പരിക്കേറ്റതെന്ന ആദ്യ പ്രതികരണം SP നടത്തിയത്. ഇതിനു പിന്നാലെ MPക്ക് ലാത്തിയടിയേൽക്കുന്ന ദൃശ്യം പുറത്തു വന്നു. തൊട്ടടുത്ത ദിവസം SPയുടെ ആദ്യവാദം തിരുത്തേണ്ടിയും വന്നു. രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരങ്ങൾ വരെ പൂർണ്ണമായില്ല. ഔദ്യോഗികമായി ലാത്തിചാർജ് ഉണ്ടായില്ലെങ്കിലും ലാത്തിയടിയേറ്റുവെന്നാണ് ഞായറാഴ്ച വടകരയിൽ SP ഒരു പരിപാടിക്കിടെ തുറന്നു പറഞ്ഞത്. സംഭവിച്ച കാര്യത്തെപ്പറ്റി കൃത്യമായ വിവരം യഥാസമയം ലഭിക്കാത്തത് SP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നാണ് സൂചന. ഷാഫി പറമ്പിൽ MPയെ പിന്നിൽ നിന്ന് ലാത്തി കൊണ്ട് അടിച്ചെന്നും പോലീസിലെ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയെന്നും അവരെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണെന്നും റൂറൽ SP KE ബൈജു പറഞ്ഞിരുന്നു. വടകരയിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു റൂറൽ SPയുടെ പ്രതികരണം. പേരാമ്പ്രയിൽ പോലീസ് ലാത്തിചാർജ് നടത്തിയിട്ടില്ലെന്ന് SP പറഞ്ഞു. ലാത്തിചാർജ് ഞങ്ങൾ പോലീസ് ചെയ്തിട്ടില്ല. ലാത്തിചാർജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരു കമാൻഡ് ചെയ്യും, വിസിലടിക്കും, അടിച്ചോടിക്കും. അങ്ങനെ ഒരു ആക്ഷൻ നടന്നിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ഉള്ളിലെ ചില ആളുകൾ മനഃപൂർവ്വം അവിടെ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കി. ഞങ്ങളിപ്പോൾ AI ടൂൾ ഒക്കെ ഉപയോഗിച്ച് അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. MPയെ പോലീസുകാർ പിറകിൽ കൂടി ലാത്തി കൊണ്ട് ഇങ്ങനെ. അതിനു മുമ്പ് എല്ലാ വിഷ്വൽസും നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് ലാത്തിചാർജ് ഞങ്ങൾ ചെയ്തിട്ടില്ലെന്ന്. ഇപ്പോഴും ആ സ്റ്റാൻഡാണ്. ലാത്തിചാർജ് ചെയ്തിട്ടില്ല, റൂറൽ SP പറഞ്ഞു.